എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ അടിമാലിയിൽ കല്യാണ മണ്ഡപത്തിൽ പോകുന്നു, ഒന്ന് തല കാണിക്കുന്നു, നേരെ വിടുന്നു മൂന്നാറിലേക്ക്. ഫുഡില്ല, സദ്യ കഴിച്ചിട്ട് സാറേ അങ്ങനെ അത്ര വലിയൊരു ടൂറൊന്നുമല്ല. ഏതായാലും നമ്മൾ അടിമാലി വരെ പോകുന്നതാണല്ലോ. അപ്പൊ ഒന്ന് അതിലൊന്ന് കറങ്ങി അവിടെ ചെറിയ ദൂരേ ഉള്ളൂ മൂന്നാറ് വരെ. നമ്മൾ ഇത് പാടെ കൂട്ടിയിട്ട് അങ്ങനെ പോകാൻ പറ്റുമോ? അതന്നെ ഞാനും പറയണേ. എന്ത് പറയണെന്ന്, നമുക്കിത് പൂട്ടിയിട്ടിട്ട് താക്കോല മനോഹരന്റെ കടയിൽ ഏൽപ്പിച്ചിട്ട് പോയാ പോരെ? അത് മതി സാറേ. പിന്നെ ചിക്കൻ വേണോ അതോ ഒരു ആടിനെ മേടിച്ച് ഒന്ന് ചുട്ടാലോ? ചിക്കൻ മതിന്നേ, മട്ടൻ വേണ്ട. ഇതൊക്കെ അവിടെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് സൗകര്യം പോലെ നോക്കിയാ പോരെ. അല്ല, സാറ് പറഞ്ഞു പേപ്പറൊക്കെ റെഡിയാണെന്ന് പറഞ്ഞപ്പോ ഞങ്ങളോട്. ശരിയാവും, പക്ഷെ അത് കമ്പ്യൂട്ടർ കേടാണ്. അത് നന്നാക്കാനും മൂന്നാറൊക്കെ പോയിട്ട് ആള് വരണം. അല്ല, നന്നാക്കാനുള്ള ആള് മൂന്നാറിൽ നിന്ന് വരണം. അവിടുന്ന് വരണം നന്നാക്കാൻ. ഇന്നിപ്പോ ഇയാള് മാത്രമേ ഉള്ളൂ, വേറെ ആരും കാണാൻ. മുല്ലപ്പെരിയാർ പൊട്ടിയോ? അല്ല, ഇന്നും ഇവരൊക്കെ ലീവാ? അവര് ലീവ് തന്നെയാണല്ലോ. അപ്പൊ ഇന്നലെ വന്നപ്പോ അവരൊക്കെ ടൂറ് പോയിരിക്കാ പറഞ്ഞു. അപ്പൊ ഇന്ന് ലീവാണ്, നാളെ ലീവ്. ഇവര് 2-3 ദിവസം ഒരുമിച്ചാ ടൂറ് പോയിരിക്കും. സാർക്ക് അതിങ്ങോട്ട് പറയാറുന്നില്ലേ? ഞങ്ങളിപ്പോ 2 ദിവസമായിട്ട് അടുപ്പിച്ച് കയറി ഇറങ്ങണു. ഈ കുട്ടിയുടെ പണി പോലും പോയി 2 ദിവസത്തെ. എന്റെ പൊന്നു സാറാ, ഞങ്ങൾ ഇന്നലെ വന്നു, ഇന്നും വന്നു. അപ്പൊ ഇന്നലെ പറയാറുന്നില്ലായിരുന്നു ഇന്ന് വരില്ല എന്നുള്ള കാര്യം. പോണവരും കൂടി പറയണില്ലേ, പിന്നെ എങ്ങനെ ഇപ്പൊ ഞാൻ പറയാ? തീരുമാനിച്ചു പോകുന്നില്ലേ ടൂറൊക്കെ? ഞങ്ങളുടെ കാര്യങ്ങൾ ആരും നടത്തി തരിക? അയ്യോ എന്റെ ചേട്ടാ, അങ്ങനെ തീരുമാനത്തിൽ ഞാൻ ഉണ്ടായിരുന്നു വെച്ചെങ്കിൽ ഞാൻ ഇപ്പൊ ഇവിടെ വന്നിരിക്കുവോ? എന്റെ സാറ് എത്ര ദിവസം കണ്ടി ഓഫീസ് കയറി ഇറങ്ങുമെന്നറിയോ? എന്റെ കൊച്ചിന് വിദ്യാഭ്യാസ കാര്യത്തിന് വേണ്ടി ഇതൊന്ന് ഒപ്പിട്ട് കിട്ടിയെങ്കിൽ മാത്രമേ എന്തെങ്കിലും ഒരു കാര്യം മുന്നോട്ട് നടക്കത്തുള്ളൂ. എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം സാർമാരെ? നിങ്ങൾ വരുമ്പോ ഒക്കെ ഞാനും ഇവിടെ ഇല്ലേ? ഇവിടെ ഉണ്ടായിട്ട് എന്താ കാര്യം? ഇയാൾക്ക് ഇത് ഒപ്പിട്ട് തരാൻ പറ്റുമോ? ഇല്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ എപ്പോ ഒപ്പിട്ട് വന്നു? ഞാൻ എന്താ കാര്യം? സാറേ എന്താ കാര്യം എന്നറിയോ? ഞാനിവിടെ എല്ലാ ദിവസവും വരുന്നുണ്ട്. വേണമെങ്കിൽ ഞായറാഴ്ചയും കൂടി ഞാൻ വന്നിരിക്കും. എന്നെ ഇങ്ങോട്ട് കയറ്റാണ്ട. ഇതിലേക്ക് പിടിച്ച് തല്ലുക വേണ്ടി ചേട്ടാ. നമ്മുടെ കാര്യം, നമ്മുടെ നികുതി പണത്തിന് ശമ്പളം മേടിച്ച് ഞങ്ങൾക്ക് ഇരിക്കുന്നത്, മനസ്സിലായോ? എന്നാ നിങ്ങളൊരു കാര്യം ചെയ്തു, എന്നെ അങ്ങോട്ട് തല്ലിക്കൊന്നു. അല്ല അപ്പൊ ഞാനെന്താ ചെയ്യാ? ഈ പാവത്തിന്റെ ബാത്റൂമിലേക്ക് ഞങ്ങൾക്ക് തല്ലാൻ തോന്നും. ഇങ്ങോട്ട് വന്നാൽ എന്താ പറ്റുന്ന ഒരു കാര്യമില്ല. തല്ലി നോക്ക്. അല്ല അസ്ഥലം ഉള്ള അങ്ങോട്ട് കിട്ടേണ്ടിയിരുന്നു. എല്ലാം പറ്റും. ഓ, ഞാൻ എന്റെ പണി നോക്കട്ടെ. അല്ലെങ്കിൽ ഇത് ലോഡായിട്ട് അവസാനം 6 മണിക്ക് 7 മണിക്ക് എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. പുരുത്തം കിട്ടോട്ട് ഓരോന്ന് കാണിച്ചു വെച്ചേക്കണ പണിയേ. അവിടെ വെച്ച് ഈ പൂച്ചയാണ്, ഇവിടെ വന്നിട്ട് ഈ ആദ്യം വിടലാണ്. അതെ, ഞാനൊരു സത്യം പറയട്ടെ. ഞാൻ എന്റെ ഫാമിലിയിൽ നിന്ന് ഇഷ്ടംമാതിരി ടൂർ പോയിട്ടുണ്ട്. പക്ഷെ ഇത്ര എൻജോയ് ചെയ്തൊരു ട്രിപ്പ് എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ്. പറ, എല്ലാരും പറയാം. ശരിയാണ്. അതെ അതെ, സാറ് പറയട്ടെ. സാറേ, ഇനി നമുക്ക് ശനിയാഴ്ച മുടക്കാണെങ്കിൽ അന്ന് രാവിലെ തന്നെ എങ്ങാടെങ്കിലും പോണം എന്തേലും പറഞ്ഞത്. എന്തേ അപ്പൊ 2 ദിവസം കിട്ടുമല്ല, ശനിയും ഞായറും. എന്റെ പ്യാര് ഇത് എന്താണ് പറയണത്? ശനിയാഴ്ച പോയാ എങ്ങനെ ശരിയാവും? പിന്നെ ഞായറാഴ്ച ഒരു ദിവസമല്ലേ നമുക്ക് കിട്ടുള്ളൂ. നമുക്ക് വെള്ളിയാഴ്ച ഇറങ്ങണം. 2 ദിവസം കിട്ടും. സാറപ്പ എന്താ പറയണ? എല്ലാ വെള്ളിയാഴ്ച അവധി എടുക്കാനാ? വെള്ളിയാഴ്ച ഉച്ച വരെ നമ്മള് ജോലി ചെയ്യും. ഉച്ചയ്ക്ക് ശേഷം നമ്മള് മെല്ലെ അവിടെ നിന്ന് ഇറങ്ങുന്നു. ഓക്കെ, അത് അടിപൊളിയാണ്. ലീവൊന്നും എടുക്കണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ ഉച്ചവരെങ്കിലും വരണം. ഉച്ചവരെ നമ്മൾ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കണം. അത് കഴിഞ്ഞാൽ നമ്മൾ മെല്ലെ ഇറങ്ങുന്നു. സത്യം സാർ, ഇതേ ജീവിതത്തിൽ ബാക്കിയുണ്ടാവുള്ളൂ. ഇത് ഭാര്യ മക്കളും ഒക്കെ കൂടി ടൂർ പോയി നമുക്കൊരു പ്രൈവസി ഇല്ല. ഇവരൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യുമ്പോ വേറൊരു വൈബാണ്. കെട്ടിയന്മാരെ കൂടെ നിങ്ങൾ ടൂർ വന്നെങ്കിൽ ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റും. എവിടാ ഒക്കെ വരമ്പോറന്മാരല്ലേ. അല്ല സാറേ, നമുക്ക് ക്യാമ്പ് ഫയർ എപ്പോഴാണ്? വൈകിട്ടുണ്ട്, അതിനെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അതല്ല ഇവിടുത്തെ ചേട്ടൻ. തീ അങ്ങടെ ആളിക്കത്തുമ്പോ എന്റെ ഒരു കരാള നിർത്തും. ടീമേൽ കയറി ഒന്ന് കളിച്ചോ. അങ്ങനെ ചിക്കൻ ചുടുന്ന പരിപാടിയില്ല. അത് ആരാ ഏറ്റെടുക്കണേ? അത് സത്യം സാറല്ലേ? ഞാനാ. അല്ല, നിങ്ങൾ ശ്രമിച്ചോ. നിങ്ങൾ കഴിച്ചാ മതി, അതിൽ കുഴപ്പമുണ്ടാവോ? കാലി കഴിക്കണേന് നീ മസാല വെട്ടി കൊടുക്കണം. അല്ല, അതെ എന്താ പരിപാടി? ഇവിടെ ആയിട്ടൊരു ബന്ധമില്ലാതെ നിൽക്കണ്, എപ്പോഴും ഫോണിലാണ് പ്രശ്നമാക്കിയിട്ടുണ്ടെന്ന്. ഹലോ സാറേ, എന്താണിത്? അവന്റെ അല്ല, കണ്ണി കണ്ടോന്റെ. വണ്ടി കേറിയപ്പോ തൊട്ട് വാട്സപ്പിലാണ്. പറഞ്ഞല്ലേ നമ്മളെ ഓഫീസിൽ ഭയങ്കര മാന്യനാ. പുറത്തോട്ട് ഇറങ്ങുമ്പോ അല്ലേ ഇത് വെറുതെ സൈഡിൽ ഇരിക്കാൻ മാത്രം ഒരു. ഹലോ, ഒരു സെക്കൻഡ്.
ഹലോ വെക്കത് സാറേ ഇത് ഹലോ? enjoy ചെയ്ത് വർത്താനം പറയുന്നത് വെച്ച് പോണ് ആണോ? അത്തിന്ന് ആ ഓ അത് ശരി. അയ്യോ സാധനം ഉണ്ട് വന്നോളാം പറഞ്ഞു. ഹലോ ആ ഓക്കെ 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 സാർ. ആ ശരി ശരി. എന്താ സാറേ? മരിപ്പൊന്നുമല്ല. അയ്യോ പിന്നെ കോഴി പൊരിക്കാൻ പറ്റില്ലേ? ഒന്നും ഒരു മരിപ്പ് നടക്കൂല. അതെ രാഘവൻ സാറാണ് ഇപ്പൊ വിളിച്ചത്. നമ്മളിപ്പോ എല്ലാരും കൂടെ അവിടെ നിന്ന് പോകുന്നില്ലേ? ഏതൊക്കെയോ മെനകെട്ട നാട്ടുകാരൊക്കെ പാടെ കൂടിയിട്ട് ഓഫീസിൽ കയറിയിട്ടുണ്ട്. ചാനലുകാര് വന്നിട്ടുണ്ട്. ഇതാകെ ന്യൂസ് ആക്കിയെന്ന്. അയ്യോ നമ്മളാരും ഓഫീസിലില്ലെന്നാ. ആ ഈ വിവരമില്ലാത്ത അലവലാതി ജനങ്ങളെ കൊണ്ട് ഉദ്യോഗസ്ഥർക്കൊന്നും എൻജോയ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. സാറ് എന്നെ തുറച്ചു നോക്കിയിട്ട് ഒരു കാര്യമില്ല. എനിക്ക് നല്ല പേടിയുണ്ട്. നിങ്ങളെ സെക്ഷനിൽ പോയിരിക്കേ. അയ്യോ അപ്പൊ ഞാൻ തല്ലുകൊണ്ട് ചത്തോട്ടേന്നോ? അല്ലെങ്കിൽ അവര് കേവലിൽ ഇനി വരുന്നവരും ഇങ്ങോട്ട് ആടി വരും കേവലിലേക്ക്. അത് ശരി. അപ്പൊ സാറിന് ഞാൻ തന്നെ കാവല്. അത് തരക്കേറ്റില്ലല്ലോ. അവരെ വിളിച്ച് ഞാൻ പറഞ്ഞില്ലേ? അവരെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവരെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് വരുന്ന അടിമാലിന്ന് അവര് ഇവിടെ എത്തുമ്പോഴത്തേക്കും നമുക്ക് അടി ഉറപ്പാ. അത് മനസ്സിലാക്കിയോ? വെറുതെ അവരുടെ മുമ്പിൽ പോയി ചാടണ്ട. ആളുകൾ അങ്ങനത്തെ ലേഹളയെ കാണിക്കണേ. സാറിനെ അറിയാനിട്ടാണ്. ആ മൊബൈലൊന്നും എടുത്ത് നോക്കിയേ. ആളുകൾ പൊങ്കാലിട്ടോണ്ടിരിക്കുക. ഈ പോയൊരു ജോലിയൊക്കെ പോവും ഉറപ്പാ. ഞാൻ പറഞ്ഞിട്ടില്ലേ അവരോട്? മുന്നറിയിപ്പ് കൊടുത്തിട്ടില്ലേ? അതനുസരിച്ചു അവര്. വന്ന പോലെ അനുഭവിക്കട്ടെ. മര്യാദക്ക് 150 ഉറുപ്പ്യ നല്ല ദമ്മ് ബിരിയാണി ഇട്ടോടത്തുന്ന ഈ പോയേക്കണതേ 5000 ഉറുപ്പ്യ കൊടുത്തിട്ട്. എന്താ ഇതിനൊക്കെ പറയാ? അനുഭവിച്ചോട്ടെ. അതന്നെ. ആ കല്യാണം കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് പോയാൽ മതിയായിരുന്നു. ഈ വക പരിപാടിയുടെ ഒന്നും ഒരു കാര്യമില്ലായിരുന്നു. മീഡിയക്കാർക്ക് വേറെ ഒരു പണിയില്ലാത്ത പോലെയാണ്. മുഴുവൻ ചാനലുകളിലും ഓൺലൈൻ മീഡിയയിലും നമ്മുടെ ഈ വാർത്തകൾ തന്നെ കാണിച്ചോണ്ടിരിക്കുന്നത്. ലോകം മുഴുവൻ നാറി. എന്നാലും ഞാൻ ആലോചിക്കാം, 365 ദിവസവും നമ്മൾ ആത്മാർത്ഥമായിട്ട് സർക്കാരിനെ സേവിക്കല്ലോ. അതൊന്നും വാർത്തയാക്കൂല. ഇന്നൊന്ന് ലീവ് എടുത്തപ്പോ അത് വാർത്തയാക്കി വൈറലാക്കും. എന്റെ ടെൻഷൻ അതൊന്നും അല്ല സാറേ. ആരാണ് നമ്മളടുത്ത് ഈ ഫോട്ടോസും വീഡിയോസും ഒക്കെ പുറത്തു വിട്ടത്? എന്റെ സാറേ, ഞാൻ വീട്ടിൽ എന്തോരം കള്ളം പറഞ്ഞിട്ട് ഇറങ്ങിയെന്നറിയോ? കല്യാണം 3 ദിവസത്തെ ചടങ്ങായിട്ടാണ് നടത്തണേന്നൊക്കെ പറഞ്ഞിട്ടാ ഞാൻ ഇറങ്ങി. ഞാൻ ഇനി എങ്ങനെ തിരിച്ച് വീട്ടിൽ കയറും? ഇനി തിരിച്ചു പോയിട്ട് കാര്യമില്ല. പോണ്ട. ഞാനും എലീനയും കൂടി എങ്ങടെങ്കിലും പോയി കളഞ്ഞാലാന്ന് വരെ ആലോചിച്ചു പോണേണ്. എന്നാ പിന്നെ താമസിക്കണ്ട. അതെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ നമ്മളിവിടെ ഈ കളിച്ച ഈ വീഡിയോ ഡാൻസ് ഇതെല്ലാം ചെയ്ത വീഡിയോ ഇത് ആരാ പുറത്തു വിട്ടത്? നല്ലോണം മൂഡിലായിരുന്നു ഞാൻ. മനസ്സും ശരീരവും ഒക്കെ എൻജോയ് ചെയ്ത് ഇങ്ങനെ വരുന്നു. നല്ല രസമായി. എല്ലാം പോച്ച് കളഞ്ഞു. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും തന്നെയാണ് അത് ലീക്ക് ചെയ്തേക്കണം. അല്ലാതെ ആൾക്കാർക്ക് എങ്ങനെ കിട്ടാനാണ്? വണ്ടിയുടെ അകത്തുള്ള ആരാന്ന് വെച്ചാൽ തുറന്നു പറ. വണ്ടിയുടെ ഡ്രൈവറൊന്നും ഇല്ലല്ലോ, അയാൾ വണ്ടി ഓടിച്ചിട്ടുണ്ട്. ഇയാളുടെ അടുത്തേക്ക് എങ്ങനെ കിട്ടാനാണ്? നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള ആരോ ഒരാൾ ചെയ്തതാണ്. സത്യ സാറേ, ഇനിയിപ്പോ അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് വല്ല കാര്യം ഉണ്ടാ? അത് പോട്ടെ, അത് നമ്മ ചിന്തിക്കല്ല. പോട്ടേന്നാ? ആ അത് പോട്ടേനാ? അത് വന്നു പോയില്ല, അത് അറിയില്ലോ. എന്ത് വന്നു പോയി? നീയാണോ അതിലേക്ക് ചെയ്തത്? നീ ആർക്കെങ്കിലും അയച്ചാ? സത്യം പറ, നീ അയച്ചാ? നീയാണോ വീഡിയോ അയച്ചത്? സാറേ ഞാനേ ഉള്ളി കളിക്കരുത്. സാറേ കളിക്കരുത്. നീയാണോ അയച്ച? ഞാനേ സാറേ നമ്മളെ സന്തോഷം മറ്റുള്ളവർക്ക് ഒരു അസൂയായിക്കോട്ട് കുറച്ച് ഫാമിലി ഗ്രൂപ്പിൽ ഒറ്റ ഒന്നിട്ട് അടിയിൽ എഴുതിനി ഇതാരും ഫോർവേഡ് ചെയ്യരുത്. ഞങ്ങളോട് ഈ ചതി വേണ്ടായിരുന്നു. എന്റെ ഉണ്ണിയേട്ടാ, ഫാമിലി ഗ്രൂപ്പിൽ ഇട്ടതല്ലേ, വേറെ ഒരു ഗ്രൂപ്പിൽ ഇട്ടിട്ടല്ലേ? ഈശ്വരനാണ് ഇട്ടില്ല, അടിയിൽ എഴുതിയിട്ടിട്ട് ഞാൻ ഫോർവേഡ് ചെയ്യരുത്. അതെ, അത് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ഫോർവേഡ് ചെയ്യത്തില്ല. പറ്റിപ്പോയി സാറാ. സന്തോഷം കൊണ്ടാ എന്റെ ഉണ്ണി, ഈ 2 പെൺകുട്ടികൾ നമ്മുടെ കൂടെ ഇല്ലേ? അത് ഓർക്കണ്ടേ നീ? അതെ ഓർക്കും. എടുക്കുന്ന സമയത്ത് തലയുടെ അടിച്ചു കൊടുത്താണല്ലോ. വേറെ ഒന്നും ചെയ്തിട്ടില്ല സാർ. നമ്മൾ സന്തോഷം മാത്രമല്ലേ, എൻജോയ് ചെയ്തല്ലേ.
അസൂയായിക്കോട്ടു വിചാരിച്ചു. ഇനിയിപ്പൊ എന്താ ചെയ്യാ? വീട്ടിൽ കയറാൻ പറ്റുമെന്നാണ്. വീട്ടിൽ കയറ്റില്ല, നീ ടെൻഷനൊന്നും അടിക്കണ്ട, എന്നെ വിളിച്ചാ മതി. എന്റെ പ്യാരി സാറെ, ടെൻഷനായിട്ടിരിക്കണ ഇടയിൽ കൂടെ ഈ മാതിരി കൂടെ തമാശ അടിക്കില്ലേട്ടാ. സാറേ ഞാൻ തമാശ പറഞ്ഞല്ല, വീട്ടിൽ കയറ്റില്ലെങ്കിൽ അവളെ ഏതെങ്കിലും ഹോസ്റ്റലിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാന്ന് ഓർത്ത് പറഞ്ഞാണ്. അതെ സത്യം സാറേ, ഇതിപ്പോ ഉണ്ണിയിട്ട പോസ്റ്റ് ഉണ്ടല്ലോ, അത് ആ ശീതളം കണ്ടിട്ടുണ്ടോ? അതെ. അയാൾ അതിനെ കുത്തിപ്പൊക്കി വൈറലാക്കിയതാണ്. അതാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. അയാളാണ് അതിന്റെ പിന്നിൽ കളിച്ചെങ്കിൽ യൂണിയൻ മീറ്റിംഗ് കഴിഞ്ഞ് വരട്ടെ, എന്റെ അടുത്താണ് ഉത്തരവാദിത്തം. ആ പണി ഞാൻ കൊടുത്തോളാം. നമ്മൾ ആരും പേടിക്കണ്ട, നമ്മളെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. തൊഴിലാളിക്കും ചിന്താബാദ്. താലൂക്ക് ഓഫീസിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. പല ആവശ്യങ്ങൾക്കായിട്ട് ഒരുപാട് നാളായിട്ട് കയറി ഇറങ്ങി മടുത്ത ജനങ്ങളുടെ മുഖമാണ് ഞാനിവിടെ കാണുന്നത്. ഇവിടെ അന്വേഷിച്ചപ്പോൾ പറയാൻ കഴിഞ്ഞത് പല തസ്തികയിലും ജീവനക്കാരില്ല. എവിടെ പോയിരിക്കുകയാണ്? കൂട്ടത്തോടെ അവധിയെടുത്ത് മൂന്നാർ പോയിരിക്കുകയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിനെക്കുറിച്ച് എന്താണ് ഇവിടുത്തെ ജനങ്ങൾക്ക് പറയാനുള്ളത് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. ചേട്ടാ, എന്താണ് ചേട്ടൻ്റെ പേര്? സുധി. എന്താ ചേട്ടൻ്റെ പ്രശ്നം? ഞാൻ ഈ ജാതി സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ആഴ്ചകളായി ഇവിടെ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കാൻ തുടങ്ങിയിട്ട് ഓരോ തവണ വരുമ്പോഴും ഇവന്മാർ പറയും നാളെ വന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഓരോ എല്ലാ കസേരകളും ഒഴിഞ്ഞു കിടക്കാണ്, ഒന്നിലും ആളില്ല. അന്വേഷിച്ചപ്പോൾ ഇവരൊക്കെ ടൂർ പോയിരിക്കുകയാണ്. നമ്മൾ പണിയെടുത്ത് കഷ്ടപ്പെട്ട് ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി കയറി ഇറങ്ങുമ്പോൾ ഇവരുടെ സന്തോഷം മാത്രം കണ്ടി പറക്കാണ്. സർക്കാർ സംവിധാനമില്ല ഇവിടെയൊക്കെ. ഇത് ആരോട് നമ്മൾ പറയേണ്ടത്? ഇതൊക്കെ ഇതാണ് ഒരു ജാതി സർട്ടിഫിക്കറ്റിന് വന്ന മനുഷ്യന്റെ അവസ്ഥ. നമുക്ക് ആ ചേട്ടൻ എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കാം. ചേട്ടാ, എന്താ പ്രശ്നം? എന്റെ പേര് ബ്രഹ്മൻ. അതാണോ ചേട്ടന്റെ പ്രശ്നം? അതല്ലെന്ന്, കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യങ്ങളുണ്ട് വിദ്യാഭ്യാസങ്ങൾക്ക് വേണ്ടി. എന്റെ മകൾ പഠിച്ചോണ്ടിരിക്കുക. ഞാൻ അതിന്റെ ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടി ഇവിടെ സർട്ടിഫിക്കറ്റിന് വേണ്ടി കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് 3-4 മാസമായി. ഇന്ന് വന്നപ്പോൾ എല്ലാം കൂടെ പൂട്ടിക്കെട്ടി 3-4 ഒക്കെ ടൂർ പോയേക്ക് വന്നു. ഇക്കണക്കിന് പോയി കഴിഞ്ഞാൽ ഞാൻ എന്ന് ഈ സർട്ടിഫിക്കറ്റ് മേടിക്കും, എന്റെ ആനുകൂല്യങ്ങൾ എന്ന് ഞാൻ മേടിക്കും? വിദ്യാഭ്യാസ കാര്യത്തിന് വേണ്ടി നടക്കുന്ന ഒരു സാധാരണപ്പെട്ട മനുഷ്യന്റെ അവസ്ഥയാണ്. നമുക്ക് ഈ ചേട്ടൻ എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. ചേട്ടാ, എന്താ പേര്? എന്റെ പേര് ആന്റണി. എന്താ ചേട്ടന്റെ പ്രശ്നം? എത്ര നാളായി? എന്റെ സാറേ, എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് ആപാട് കുറച്ച് മിച്ചഭൂമിയാണ്. അതൊന്ന് തരം തിരിച്ച് അതിലേക്ക് കുറച്ച് ലോണിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് വന്നത്. അവരൊരു 100 പ്രാവശ്യം നടത്തിയിട്ടുണ്ട്. ആ ഫയൽ കൊണ്ടുപോവാ, ഈ ഫയൽ കൊണ്ടുപോകാറ് കണ്ട എല്ലാ ഫയലായിട്ട് ഇന്നിവിടെ എത്തി. ഇതിലെത്തിയപ്പോ ഇന്നൊന്നും ഇവിടെ എവിടെ ടൂർ പോയിക്കാത്രേ. എന്ത് തെണ്ടിത്തരാണ് അവർ കാണിക്കുന്നത്? ഞങ്ങൾ ഈ പാവപ്പെട്ടവർ എന്ത് ചെയ്യും? എന്ത് തോന്നിയാസാണ് സാറേ. ജനങ്ങളുടെ പ്രതിഷേധമാണ് ഈ കാണുന്നത്. അവിടെ വൃദ്ധനായ ഒരു ചേട്ടൻ ഇരിപ്പുണ്ട്. എന്താണ് ആ ചേട്ടൻ പറയാനുള്ളത് നമുക്ക് കേൾക്കാം. എന്താ പ്രശ്നം? ചേട്ടാ, എനിക്കാണെങ്കിൽ എന്റെ അച്ഛനും അമ്മയില്ല. ഞാനും എന്റെ മുത്തശ്ശനും മാത്രം കൂടി ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. 5 സെന്റ് സ്ഥലത്തൊരു കുഞ്ഞു വീട്. അതായിരുന്നു ഞങ്ങൾക്ക് ആകെപ്പാടി ഉണ്ടായിരുന്നത്. ആ സ്ഥലത്താണ് കഴിഞ്ഞ വർഷം മഴ വന്ന സമയത്ത് മരം ഇടിഞ്ഞു വീണ് ആ വീട് മൊത്തം പോയി. അന്ന് ആ സ്ഥലത്ത് ദുരിതാശ്വാസ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമൊക്കെ പറഞ്ഞ് ഞങ്ങൾ പിന്നെ വില്ലേജിൽ പോയി അതിന് വേണ്ടിട്ട് പൈസയുടെ കാര്യങ്ങൾ ചോദിച്ചു. അന്ന് ഒരു പൈസ ഒക്കെ പറഞ്ഞ് താലൂക്കി വന്ന് പറഞ്ഞാൽ അത് ശരിയാക്കുമെന്നൊക്കെയാണ് പറഞ്ഞത്. അന്ന് മുതൽ കഴിഞ്ഞ കൊല്ലം മുതൽ ഞാനും എന്റെ മുത്തശ്ശനും കൂടെ കയറി ഇറങ്ങുന്നതാണ്. ഇതിന്റെ പുറകെയാണ് ഈ നടക്കുന്നത് മൊത്തം. കഴിഞ്ഞ കൊല്ലം മുതൽ ചേട്ടൻ ഓർക്കണം. ഇന്നിപ്പോ അടുത്ത മഴക്കാലം വരാറായി. ഇതുവരെ ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരു കാര്യം ഇവിടെ ചെയ്തു തന്നിട്ടില്ല. എന്നിട്ട് ഇപ്പൊ അതും കഴിഞ്ഞിട്ട് അത് അടച്ചു പൂട്ടിയിട്ടിട്ട് അവര് ടൂർ പോയേക്കാണ്. ഞാൻ എന്തുകൊണ്ട് ചെയ്യണ്ടേ? ഞാൻ എന്റെ മുത്തശ്ശനെ കൊണ്ട് ഞാൻ എങ്ങോട്ടേക്ക് പോകണ്ടേ? കഴിഞ്ഞ മഴക്കാലത്താണേ ഒരു വലിയ മാവുണ്ടായിരുന്നു പെരയുടെ വീട്ടില്. അത് ഇടിഞ്ഞ് പെരയുടെ മുകളിലേക്ക് വീണ വീട് നാശായത്. വാടക വീട്ടിലെ താമസിക്കുന്നത് അവിടുന്ന് ഒഴിവാകാൻ പറഞ്ഞിരിക്കുക. എന്റെ കുട്ടീനെ കൊണ്ട് ഞാൻ എവിടേക്കാ പോവാ? ആ മരം വീണപ്പോ ആ വീടിന്റെ അകത്ത് ഞാനും എന്റെ മോളും ഉണ്ടായിരുന്നു. അന്ന് തീർന്നേനെ. ഇതൊന്നും കാണേണ്ടി വന്നിരുന്നില്ല ഞാൻ. ഇതാണ് ഇവിടുത്തെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് പറയാനുള്ളത്. ഇത് എന്ത് അക്രമമാണ്, എന്ത് ക്രൂരതയാണ്. ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയാണ് ഈ ഉദ്യോഗസ്ഥരെ സർക്കാർ ഇവിടെ നിയമിച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്, എന്നിട്ടൊരു സർക്കാർ ഓഫീസിന്റെ അവസ്ഥയാണ്. ഒരു മനുഷ്യനില്ല. ഇതിനെതിരെ കർശനമായി നടപടി എടുക്കണം. ഫിഷ് ടിവിക്ക് വേണ്ടി ക്യാമറമാൻ ദിനേശിനോടൊപ്പം ഈശ്വർ. ഇവന്മാരോരോ കാര്യങ്ങളെ. എന്താണ് സംഭവം? എടാ, അപ്പൊ നീ സംഭവങ്ങളൊന്നും അറിഞ്ഞില്ല? എന്താന്ന് പറയടാ. എടാ, ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. എന്താ? നമ്മുടെ താലൂക്ക് ഓഫീസിലെ ജീവനക്കാരല്ലേ, എല്ലാരും കൂടെ ടൂർ പോയി. പിന്നെ അവർക്ക് ടൂർ പോകണ്ടേ? എടാ, വർക്കിംഗ് ഡേയ്സിലാണ് അവർ ടൂർ പോയത്. അവർ എല്ലാരും ഒന്നിച്ചങ്ങ് ടൂർ പോയി. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആര് നോക്കും? എടാ, അതല്ലേ രസം. അവിടെ ഓരോരോ ആവശ്യത്തിന് വന്ന ആൾക്കാർ കൂടി പ്രശ്നം ഉണ്ടാക്കി. മീഡിയക്കാർ പറഞ്ഞ് അവരത് വലിയ പ്രശ്നമാക്കി സംഭവം വരലായി ഉണ്ടല്ലേ. ഇതിനേക്കാൾ വലിയ കോമഡി വേറെ എന്താ അറിയോ? എന്താണ്? ഈ ടൂർ പോയവരുടെ ഒരു വീഡിയോ ഉണ്ട്. അപ്പൊ കാണിച്ചതാ. ഇതൊക്കെ சொடக்கு மேல சொடக்கு போடுது கேமரனு வந்து நடுத்தருவில் நின்று சொடக்கு மேல சொடக்கு போடுது. എല്ലാം കൂടെ ആർമാദിക്കാണല്ലോ. ആർമാദിക്ക്
വന്ന ജനങ്ങളെ മുഴുവൻ കഷ്ടത്തിലാക്കിയിട്ടാണ് അവരുടെ ആർമാദം. നോക്കിയാണ് എന്തൊക്കെ കാണിക്കണേന്ന്. സർക്കാർ ജോലി കിട്ടാനാണ് ഇഷ്ടപ്പാട്. കിട്ടിക്കഴിഞ്ഞ ഇതുപോലുള്ള പരമാനന്ദ. ഇതിനൊക്കെ ആദ്യം ഡിസ്മിസ് ചെയ്യണ്ടേ. എടാ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ഇപ്പൊ ആരുടെ കളി നടക്കൂല. സംഭവം അപ്പൊ സ്പോട്ടിൽ കിട്ടും അല്ലേ? ചേട്ടാ 2 പടല പഴവും 2 കവർ മുറുകും. സാർ ഇന്നലെ നടന്ന പ്രശ്നം സാർ അറിഞ്ഞാണല്ലോ, എന്താണ് അതിലും നടപടി? നടപടി എടുക്കണമെങ്കിൽ ഞാൻ കാര്യങ്ങളെ കുറിച്ചൊന്ന് അന്വേഷിക്കട്ടെ. അല്ല സാർ, അന്വേഷിക്കാനൊന്നുമില്ല, അവിടെ ആരും തന്നെ ഇല്ല, എല്ലാരും അവധിയാണ്, പിന്നെ ആരും അന്വേഷിക്കാൻ? അത് നിങ്ങളല്ലല്ലോ തീരുമാനം. ഞാനിവിടെ വന്ന് കാര്യങ്ങൾ ഉള്ളിൽ കയറി ഒന്ന് അന്വേഷിക്കട്ടെ, എന്നിട്ട് ഞാൻ നടപടി എടുക്കും. എന്തുകൊണ്ട് സാർ ഇതുവരെ നടപടി എടുത്തില്ല? സുഹൃത്തെ, ഞാൻ കുറച്ച് മുമ്പാണ് കാര്യങ്ങൾ അറിയുന്നത്. അറിഞ്ഞ ഉടനെ ഞാൻ ഇങ്ങോട്ട് എത്തി. ഇനി അകത്ത് എന്ന് ഞാൻ നോക്കി എന്തെങ്കിലും അനാസ്ഥ ഇവിടെ നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടപടി. അല്ല സാർ, അകത്തുനിന്ന് അനാസ്ഥ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ മലയാളത്തിലല്ലേ ഞാൻ നിങ്ങളോട് പറയുന്നത്? എനിക്കൊന്ന് വഴിമാറി പറഞ്ഞിട്ട് പ്ലീസ്